ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ മോനെ വിളിക്കാൻ പോകാറായി. മോൻ്റെ ബസ് തന്നെ സമയമായിട്ടോ. ഇറങ്ങി നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണാം. അപ്പോൾ അതാ നിച്ചുകുട്ടനെ വിളിക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. വണ്ടി 3:30 ആകുമ്പോഴാണ് കേട്ടോ വന്നെ. അതാ ഇവിടെ വന്ന് നിൽക്കാം. ഇപ്പോൾ വരും. വന്നിട്ട് കാണാം കേട്ടോ. ചിക്കുട്ടൻ വന്നു കേട്ടോ. ഉള്ളിലേക്ക് നടക്കാം. ഒത്തിരി ദൂരമല്ല കേട്ടോ, ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ മതി. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് വന്നു. ഇനി നാളെ ഉണ്ട് കേട്ടോ എക്സാം. അതാ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഇതാ വീടെത്തി. ഇതാണ് കേട്ടോ വീട്. അതാ വീട്ടിലേക്ക് വന്ന് കയറി. പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കണ്ട കേട്ടോ. ഇരിക്കാത്തേക്ക് കയറാം. സൂപ്പറായിരുന്നോ? എഴുതിയാ? അപ്പോൾ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചായ വെച്ചിട്ട് ഞാൻ നിച്ചുവിനെ കുളിപ്പിക്കാൻ പോയി. നിച്ചുവിനെ കുളിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ചായ തിളച്ചു. ഇനി നമുക്ക് ചായ കുടിക്കുമ്പോൾ കാണാം. അപ്പോൾ അതാ നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കാമോ? ഇരിക്കൂടെ വന്നില്ല. അപ്പോൾ അതാ ചായ കുടിക്കുകയാണെങ്കിൽ ചായ കുടിക്കാൻ കഴിഞ്ഞ് നിച്ചു മദ്രസയിലേക്കുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 5 മണിക്ക് മദ്രസയിൽ പോകണം. 5 മണി മുതൽ 6 മണി വരെയാണ് ഞാൻ മദ്രസയിൽ ഒത്ത്. അപ്പോൾ അവൻ അങ്ങോട്ടേക്കുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതാ അവനക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവനെ മദ്രസയിലൂടെ റെഡിയാക്കട്ടെ കേട്ടോ. അതാ നിച്ചുകൂട്ടൻ പോകാൻ റെഡിയായി. 5 മണി ആവാറായിട്ടുണ്ട് കേട്ടോ സമയം. ഇനി മദ്രസയിൽ കൊണ്ടുപോയി വിടണം. ഇച്ചിരി ദൂരെയാണ് കേട്ടോ. വണ്ടിയിലാണ് പോകണത്. ഞാൻ വണ്ടി കൊണ്ടുപോയി ആക്കുവാണ് പതിവ്. അപ്പോൾ അതാ നിച്ചുവിനെ മദ്രസയിൽ കൊണ്ടുപോയി വിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേട്ടാണ് കേട്ടോ വന്നേക്കണേ. അത് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ, അതായത് ഞങ്ങളുടെ മാമയുടെ വൈഫിൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്തിരിക്കുക അമ്മായിയുടെ. അപ്പോൾ ഉമ്മച്ചി അങ്ങോട്ട് പോകണതാണ് കേട്ടോ. അപ്പോൾ അതാ കിച്ചാപ്പി, ഇത് വീട്ടിലെ പൂച്ചയാണ്. അവൻ എന്നെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് മാറണേ കേട്ടോ. അപ്പോൾ അത് അവരങ്ങനെ പോകാൻ ഇറങ്ങുവാണ്. ഇതാ എൻ്റെ വണ്ടി കൊണ്ടാണ് കേട്ടോ പോണേ. പപ്പച്ചിയുടെ വണ്ടി അപ്പുറം ഇരിക്കുന്നുണ്ട്, എന്നാലും പപ്പച്ചൻ്റെ വണ്ടി കൊണ്ടാണ് പോണേ. അപ്പോൾ അതാ പോകുന്ന ടാറ്റ തന്നെയായിട്ട്. ഇപ്പോൾ തന്നെ വരും വാപ്പച്ചി, ഇപ്പോൾ തന്നെ വരും. വാപ്പച്ചി വന്നിട്ട് വേണം എനിക്കൊരു സ്ഥലം വരെയും പോകാൻ. അവിടെ പോയിട്ട് വരണം. അവിടെ പോയിട്ട് വന്നിട്ട് നിച്ചുവിനെ വിളിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതാ അവരങ്ങനെ പോയി. ഇതാണ് എൻ്റെ വാപ്പച്ചിയുടെ ചെടിത്തോട്ടമാണ് കേട്ടോ. ഇത് ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. ചെടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. വാപ്പച്ചിക്ക് ചെറിയൊരു സർജറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നനയ്ക്കാനൊന്നും ആളില്ലാണ്ടായി, അങ്ങനെ പോയതാണ്. പകുതി ചെടികൾ എൻ്റെ വീട്ടിൽ കൊടുന്ന് വെച്ചു. പക്ഷെ അതവിടെ ആയിരുന്നു ഒത്തിരി പോയി. കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ട വന്നു. അതുകൊണ്ട് ഇതാ ഇത്രയൊക്കെയാണുള്ളൂ. ബാക്കി ചെടികളൊക്കെ വീട്ടിലാണ്. പകുതി പോയി, പകുതി ചെട്ടി കാലിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതാണ് വാപ്പച്ചിയുടെ വണ്ടി. വാപ്പച്ചി എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഉമ്മച്ചീനെ കൊണ്ടുപോയിടാൻ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അതാ നമുക്കകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ ചെറിയൊരു ഹാളാണ് കേട്ടോ. ആണ് ഹാള്. ഇവിടെ ഒരു റൂമുണ്ട്. വെട്ടക്കുറവുണ്ട് കേട്ടോ. റൂമുണ്ട്. ഇവിടെ ആരും കിടക്കണമൊന്നുമില്ല. ഇവിടെ തുണികളും അതൊക്കെ ഇടുന്നതാട്ടോ സ്ഥലം കേട്ടോ. പിന്നെ കയറി വരുമ്പോൾ എന്താ ഇവിടെ ഒരു ബാത്റൂം,
ഇവിടെ ഒരു കുഞ്ഞു മുറിയുണ്ട്. ഇവിടെ അലമാരി ഉണ്ട് കേട്ടോ. അലമാരി, ഇവിടെ അലമാരി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഉണ്ടോ? ഇവിടെ ഒരു റൂമുണ്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഹാളിലേക്ക് പോവാം. ഹാള് ഒരു കുഞ്ഞ് സ്റ്റോർ റൂം പോലെ, ഫ്രിഡ്ജൊക്കെ വയ്ക്കാവുന്നത്. പിന്നെ ഇവിടെയാണ് അടുക്കള. നമ്മളത് അടുപ്പ് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വെട്ടക്കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇവിടെ അടുക്കള. പറയാം. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനും ഒക്കെ വയ്ക്കുന്നതാണ്. ഇവിടെ ഓരോ സാധനങ്ങൾ വെച്ചേക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ബാത്റൂം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വാപ്പച്ചിയും ഉമ്മച്ചിയും വാടകയ്ക്കാണ് കേട്ടോ. സ്വന്തം വീടല്ല, വാടകയ്ക്ക. വാടകയ്ക്കാണ്. അപ്പോൾ വീട് മാറി 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 നടക്കുക. ഇത് തന്നെയാണ് പണി. പിന്നെ വാപ്പിച്ച് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ വാപ്പിച്ച് വന്നു. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി എന്താ, ഇനി അവന് ടി വി കാണും. എന്നിട്ട് ഇനി സ്കൂളിലേക്കുള്ളത് വായിച്ചു പഠിക്കും. നാളെ എക്സാം ഉണ്ടല്ലോ. എക്സാമിനുള്ളത് ഇനി വായിച്ചു പഠിക്കാം. ഇതാണ് ഇനി അടുത്ത പണി. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം പണിയൊന്നുമില്ല കേട്ടോ. മീൻ വറുത്തിരിക്കുന്നുണ്ട്. പിന്നെ അയല കറി വെച്ചതിരിക്കുന്നുണ്ട്. തോരൻ കുറച്ചുള്ളൂ. ഇത് മതി. രാത്രി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അവനെ പഠിപ്പിക്കാം. നിച്ചുക്കുട്ടൻ ഇവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടൊരു മീനച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടേക്കാം കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഇട്ടേക്കാം. നിച്ചുക്കുട്ടൻ അവിടെ ഇരുന്ന് പഠിക്കട്ടെ. നമ്മൾക്ക് ഇനി മീനച്ചാർ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം വിചാരിച്ചിരുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ്. പിന്നെ വിചാരിച്ചു ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടേക്കാമെന്ന്. നമുക്കിനി അവനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കണ നേരത്ത് കാണാം കേട്ടോ. കൊഴുവ മീനച്ചാറാണ് കേട്ടോ. കൊഴുവ, നത്തോലി അങ്ങനെ പല പേരും പറയും. പലരും പലയിടത്ത് പല പേരാട്ടോ പറയണേ. ഞങ്ങളിവിടെ കൊഴുവ എന്നാണ് പറയണേ. ഇനിയിപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ നിർത്തണം. അത്ര നേരം അവനെ ഇട്ടി പഠിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കൊഴുവ മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. കൊഴുവാന്ന് നത്തോലിന്നൊക്കെയും പറയൂ കേട്ടോ. ഞങ്ങളിവിടെ കൊഴുവാന്നാണ് പറയണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരിയോട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മളിതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണേ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അച്ചാർ കുറച്ച് നാളത്തേക്കൂടെയും കൂടി നിൽക്കും. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അതാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കണേ.
ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതാ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫുള്ള് വറുത്ത് കോരട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, എന്നിട്ട് കാണാം. അപ്പോൾ ഇതാ മീൻ നമ്മളോട് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നുണ്ട് കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കടുക് നല്ലോണം പൊട്ടി വന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കേട്ടോ. ഇളക്കി കൊടുക്കാട്ടോ നല്ലോണം. നല്ലോണം മൂക്കട്ടെ കേട്ടോ. ഉള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം ഇനി മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് അടി കത്തിപ്പിടിക്കും. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതൊരു ഇച്ചിരി കായപ്പൊടി. ഇനി നമുക്ക് നല്ലോണം അത് ഇളക്കി കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്ത് പൊടി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ വിനീഗർ ഒഴിച്ച് കൊടുക്കാൻ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പോടി ഇട്ട് കൊടുക്കാം. വിനീഗർ ഒഴിച്ച് കൊടുത്താലും പുളി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഉപ്പോടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടി നിൽക്കണം കേട്ടോ. എന്നാലാണ് 2 ദിവസം മീനിട്ട് കഴിയുമ്പോൾ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ.
ഇച്ചിരി വിനീഗറോടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്, നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചാൽ മീനോടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ചൂടായി. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൊഴുവച്ചാറൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ചായ വെച്ചേക്കാം കേട്ടോ. ഈ സമയത്ത് ചായ കൂടി പതിവില്ല, രാത്രിയായി. കൊഴുവച്ചാറ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചെറിയൊരു തലവേദന, ഒരു കടുപ്പത്തിനുള്ള ചായ കുടിച്ചാൽ മാറും. അപ്പോൾ അതുകൊണ്ട് ചായ ഇവിടെ വെച്ചേക്കണു. ഒരു ഗ്ലാസ് ചായ ഉള്ളൂ കേട്ടോ. ചായ വെച്ചേക്കണു. നിച്ചുകൂട്ടൻ്റെ പഠിത്തം കഴിഞ്ഞാൽ അവൻ ചോറ് തിന്നുവാണേ. അവൻ തന്നെയൊന്നും തിന്നില്ല, അവൻ ഇച്ചിരി കഴിയുമ്പോൾ നിർത്തിയിട്ട് മതിയെന്ന് പറയും. അപ്പം ഞാൻ പോയി വാരി കൊടുക്കും. ചോറ് തിന്നണ കാര്യം പുള്ളിക്ക് ഇഷ്ടമല്ല, വേറെ എന്ത് കൊടുത്താലും തിന്നോളും. ചോറ് അവനക്ക് ഇഷ്ടമല്ല. അപ്പം ചായ തിളച്ചുകൊണ്ടിരിക്കണു. അപ്പം നമ്മുടെ ചായ തിളച്ച് വന്നു. അപ്പം അത് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ചായ കപ്പിലേക്ക് ഇട്ടിട്ടെ. അപ്പോൾ ചായ നല്ല ഊറ്റിയെടുത്തിട്ടുണ്ട്, നല്ല പതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് പോയിരുന്ന് കുടിക്കണം. ചായ ആയി. ഞാൻ ഇനി ഇവിടെ ഇരിക്കും കുറച്ച് നേരം. ഇവിടെ ഇരുന്ന് ചായ കുടിക്കും. ഇരുട്ടായിട്ടോ, സന്ധ്യയായി കണ്ടോ. ഇവിടെയുണ്ട് എല്ലാം. പിന്നെ വേറെന്താ? പിന്നെ വേറെ ഒന്നുമില്ല. ഇനി അവനെ കിടത്തി ഉറക്കണം. കുറച്ച് തയ്ക്കാനുണ്ട്. തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഇക്ക വരും. തയ്ക്കാൻ ഭയങ്കര മടിയാട്ടോ. ഇപ്പോൾ വീഡിയോയുടെ പുറകെ ആയതുകൊണ്ട് തയ്ക്കണ കാര്യത്തിൽ ഭയങ്കര മടി പിടിച്ചിരിക്കുക. ഈവനിങ് റൊട്ടീൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈവനിങ് റൊട്ടീൻ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് എടുക്കുമല്ലേ, അപ്പോൾ പിന്നെ നൈറ്റ് റൊട്ടീൻ വരെ രാത്രി കിടക്കുന്ന വരെയുള്ള വ്ലോഗ് എടുക്കാമെന്ന് ഓർത്താണ്. എന്താണ് കിട്ടും. നാളെ മോർണിംഗ് റൊട്ടീൻ ഇടാം കേട്ടോ. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് മോർണിംഗ് റൊട്ടീൻ ഇട്ടാലോ എന്നാണ് ആലോചിക്കണേ. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ ഇടാം നാളെ. വന്നപ്പോൾ ആളിവിടെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കണ്ട കേട്ടോ. നിങ്ങളിവിടെ ഇതാണ് പരിപാടി. കണ്ട കുരിപ്പുകൾ കിടന്ന് കാണിക്കണുണ്ടോ? എപ്പോഴും തല്ല. കണ്ട, ഇതാണ് ഇവർക്കടെ പരിപാടി. ഞാൻ പുറകുവശത്ത് നല്ല പെട്ടിയും കാര്യങ്ങളൊക്കെ വച്ച് കൊടുത്തതാണ്.
പക്ഷേ അതിൻ്റെ അമ്മ അതിനിവിടെ തന്നെ കൊണ്ടുപോയിടും. നമുക്ക് തണുക്കാണ്ടിരിക്കാനാണ് ചാക്ക് ഇട്ട് കൊടുത്തേണേ. പക്ഷെ എന്നാലും അവരവിടെയൊന്നും കിടക്കുകയൊന്നുമില്ല കേട്ടോ. ഈ കളി മാത്രമേ ഉള്ളൂ അവിടെ. പുറകുവശത്ത് ഞാൻ നല്ല പെട്ടിയൊക്കെ വെച്ച് തുണിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കൊടുത്തേ. പക്ഷെ അവരവിടെ കിടക്കില്ല. അതിൻ്റെ അമ്മ എപ്പോഴും കൊടുന്നു ഇവിടെ കൊടുന്നത്. അപ്പോൾ അതാ നിച്ചിക്കുട്ടന് ചോറൊക്കെ വാരി കൊടുത്തു. അവൻ ചോറ് ഫുള്ള് തിന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവൻ തന്നെ ഫുൾ ചോറ് തിന്നൂല. അവന് ചോറ് വാരി കൊടുക്കണം. അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തു. ഇതാ ഇനി കുറച്ച് നേരം ഇരുത്തി പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ഉറക്കും. അവൻ ഉറക്കിയിട്ട് വേണം എനിക്ക് തയ്ക്കാൻ. കട്ടിലിൽ നിരന്നെടുക്കണേന്ന് നോക്കണ്ട കേട്ടോ. അവൻ പഠിക്കാൻ ബുക്കും പുസ്തകമൊക്കെ എടുത്തിട്ട് നിരത്തിയിട്ടേക്കണേ. ഇതാണ് മുതൽ. പിന്നെ വേറെ എന്താ? അപ്പോൾ അതാ കൊഴുവച്ചാറൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതാ ചായ വെച്ചേക്കാം കേട്ടോ. ഈ സമയത്ത് ചായ കൂടി പതിവില്ല. രാത്രിയായി. കൊഴുവച്ചാറ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചെറിയൊരു തലവേദന, ഒരു കടുപ്പത്തിനുള്ള ഗ്ലാസ് ചായ കുടിച്ചാൽ മാറും. അപ്പോൾ അതുകൊണ്ട് ഇതാ ചായ ഇവിടെ വെച്ചേക്കണു. ഒരു ഗ്ലാസ് ചായ ഉള്ളൂ കേട്ടോ. ചായ വെച്ചേക്കണു. നിച്ചുകൂട്ടൻ്റെ പഠിത്തം കഴിഞ്ഞാൽ അവൻ ചോറ് തിന്നുവാണേ. അവൻ തന്നെയൊന്നും തിന്നില്ല. അവൻ ഇച്ചിരി കഴിയുമ്പോൾ നിർത്തിയിട്ട് മതിയെന്ന് പറയും. അപ്പം ഞാൻ പോയി വാരി കൊടുക്കും. ചോറ് തിന്നണ കാര്യം പുള്ളിക്ക് ഇഷ്ടമല്ല. വേറെ എന്ത് കൊടുത്താലും തിന്നോളും. ചോറ് അവനക്ക് ഇഷ്ടമല്ല. അപ്പം അതാ ചായ തിളച്ചുകൊണ്ടിരിക്കണു. അപ്പം അതാ നമ്മുടെ ചായ തിളച്ച്. അപ്പം അത് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ചായ കപ്പിലേക്ക് ഇട്ടിട്ടെ. അപ്പം അതാ ചായ നല്ല ഊറ്റിയെടുത്തിട്ടുണ്ട്, നല്ല പതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് പോയിരുന്ന് കുടിക്കണം. അതാ ചായ ആയി. ഞാൻ എന്താ ഇനി ഇവിടെ ഇരിക്കും കുറച്ച് നേരം. ഇവിടെ ഇരുന്ന് ചായ കുടിക്കും. ഇരുട്ടായിട്ടോ, സന്ധ്യയായി കണ്ടോ. ഇവിടെ ഉണ്ട് അല്ല. പിന്നെ വേറെന്താ? പിന്നെ വേറെ ഒന്നുമില്ല. ഇനി അവനെ കിടത്തി ഉറക്കണം. കുറച്ച് തയ്ക്കാനുണ്ട്. തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഇക്ക വരും. തയ്ക്കാൻ ഭയങ്കര മടിയാട്ടോ. ഇപ്പോൾ വീഡിയോയുടെ പുറകെ ആയതുകൊണ്ട് തയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടി പിടിച്ചിരിക്കുക. ഈവനിങ് റൊട്ടീൻ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈവനിങ് റൊട്ടീൻ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് എടുക്കുമല്ലേ, അപ്പോൾ പിന്നെ നൈറ്റ് റൊട്ടീൻ വരെ രാത്രി കിടക്കുന്നവരെയുള്ള വ്ലോഗ് എടുക്കാമെന്ന് ഓർത്താണ്. എന്താണ് കിട്ടും. നാളെ മോർണിംഗ് റൊട്ടീൻ ഇടാം കേട്ടോ. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് മോർണിംഗ് റൊട്ടീൻ ഇട്ടാലോ എന്നാണ് ആലോചിക്കണേ. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ ഇടാം നാളെ. ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആക്കാം കേട്ടോ. ഇത് എടുക്കാൻ സാധ്യമാകുമോ എന്നറിയത്തില്ല. ശ്രമിച്ചു നോക്കാം. ഒരാഴ്ച ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എന്നാലും ശ്രമിക്കാം. ഡേ ഇൻ മൈ ലൈഫ് എടുത്തില്ലെങ്കിൽ മോർണിംഗ് റൊട്ടീനായിരിക്കും ഒരാഴ്ച. അല്ലെങ്കിൽ ഒരാഴ്ച ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ആളിവിടെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കേണ്ട കേട്ടോ. നിങ്ങളിവിടെ ഇതാണ് പരിപാടി. കണ്ടോ കുരിപ്പുകൾ കിടന്ന് കാണിക്കണുണ്ടോ? എപ്പോഴും തല്ല. കണ്ടോ, ഇതാണ് ഇവർക്കിടെ പരിപാടി. ഞാൻ പുറകുവശത്ത് നല്ല പെട്ടിയും കാര്യങ്ങളൊക്കെ വച്ച് കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ അമ്മ അതിനിവിടെ തന്നെ കൊണ്ടുപോയിടും. നമുക്ക് തണുക്കാണ്ടിരിക്കാനാണ് ചാക്ക് ഇട്ട് കൊടുത്തേണേ. പക്ഷെ എന്നാലും അവരവിടെയൊന്നും കിടക്കുകയൊന്നുമില്ല കേട്ടോ. ഈ കളി മാത്രമേ ഉള്ളൂ അവിടെ. പുറകുവശത്ത് ഞാൻ നല്ല പെട്ടിയൊക്കെ വെച്ച് തുണിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കൊടുത്തേ. പക്ഷെ അവരവിടെ കിടക്കില്ല. അതിൻ്റെ അമ്മ എപ്പോഴും കൊടുന്നു ഇവിടെ കൊടുന്നത്. അപ്പോൾ
അപ്പോൾ അതാ നിച്ചിക്കുട്ടന് ചോറൊക്കെ വാരി കൊടുത്തു. അവൻ ചോറ് ഫുള്ള് തിന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൻ തന്നെ ഫുൾ ചോറ് തിന്നൂല. അവന് ചോറ് വാരി കൊടുക്കണം. അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തു. ഇതാ ഇനി കുറച്ച് നേരം എഴുതി പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവനെ ഉറക്കും. അവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് തയ്ക്കാൻ. കട്ടിലേൽ നിരന്നെടുക്കണേന്ന് നോക്കണ്ട കേട്ടോ, അവൻ പഠിക്കാൻ ബുക്കും പുസ്തകമൊക്കെ എടുത്തിട്ട് നിരത്തിയിട്ടേക്കണേ. ഇതാണ് മുതൽ. പിന്നെ വേറെന്താ, എന്താ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉറക്കിയിട്ട് തയ്ക്കാൻ നേരത്ത് കാണാം കേട്ടോ. ഒരുപാടുണ്ട് തയ്ക്കാൻ, പക്ഷേ ഇങ്ങനെ അവധി കൂട്ടി അങ്ങനെയായി. പിന്നെ അവൻ ആദ്യം പഠിപ്പിച്ചിട്ട് ഉറക്കാൻ നോക്കട്ടെ, ഉറക്കിയിട്ട് തയ്ക്കാൻ നിർത്തുകയാണ്. അപ്പോൾ അതാ നിച്ചു ഉറങ്ങി കഴിഞ്ഞ് തയ്ക്കാനുള്ള എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇക്ക വന്നു. ഇക്ക കുളിക്കാൻ കയറിയേക്കുവാണ്. ഇനിയിക്ക കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചോറിണ്ടിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, എന്നിട്ട് കിടക്കും. പിന്നെ വേറെ പണിയൊന്നുമില്ല. ചോറൊക്കെയും കൊച്ചിന് ചോറ് കൊടുത്തപ്പോഴത്തേക്കും എല്ലാം തിളപ്പിച്ചൂറ്റി കറികളെല്ലാം ചൂടാക്കി വെച്ചിട്ടാണ് കൊച്ചിന് ചോറ് കൊടുത്തത്. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ചിലപ്പോൾ 1-2 വെട്ടി വയ്ക്കാൻ നോക്കും. മിക്കവാറും അത് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നാളെ രാവിലെ ആയിരിക്കും തയ്ക്കുള്ളൂ. അപ്പോൾ അതാ ചോറൊക്കെ നിന്ന് ഇനി കിടക്കാൻ പോവാൻ കേട്ടോ. ഇനി ചോറ് തിന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതാ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതാ കിടക്കാൻ പോയിന്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.